കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തൊട്ടുപിന്നിൽ സ്ഥിതി ചെയ്തിരുന്ന കുന്നമംഗലത്തുകാർ മിനി ഞെളിയൻപറമ്പ് എന്ന് ഓമനപ്പേരിട്ട് വിളിച്ചിരുന്ന അനധികൃത മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലെ ടൺ കണക്കിന് മാലിന്യം നീക്കം ചെയ്തു. വർഷങ്ങളായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും ഓട്ടോ സ്റ്റാൻഡിനുമെല്ലാം ദുർഗന്ധവും രോഗവും നൽകിയിരുന്നു ഈ മാലിന്യ കേന്ദ്രം. ഗ്രാമപഞ്ചായത്തിലെ മുൻ ഭരണസമിതിയിലെ ചില സ്ഥിരം കരാറുകാർക്കും ഭരണസമിതിക്ക് വേണ്ടപ്പെട്ട ചിലർക്കും കറാവ് പശുവായിരുന്നു ഈ മാലിന്യ കേന്ദ്രം. മാസം തോറും ഭീമമായൊരു സംഖ്യ മാലിന്യം നീക്കം ചെയ്യാനാണെന്ന വ്യാജേന ഇവർ പിടുങ്ങിയിരുന്നുവെങ്കിലും ഒരിഞ്ച് പോലും മാലിന്യം നീക്കം ചെയ്യാൻ ഇവർ തയ്യാറായിരുന്നില്ല. എന്നാൽ പുതിയ ഭരണസമിതിയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീന വെള്ളക്കോടിന്റെ ചങ്കുറപ്പുള്ള തീരുമാനമാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. കഴിഞ്ഞ ഭരണസമിതി തന്നെ വളരെയധികം ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. ഞാൻ അന്ന് ഉള്ള ഭരണസമിതിയിൽ ഒരു മെമ്പറായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം എനിക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ എത്തിയപ്പോഴാണ് ഞാൻ ഇതിന് പൂർണ്ണമായിട്ടും തയ്യാറായിട്ടുള്ളത്. ആരോഗ്യമുള്ള മനസ്സും സമൂഹത്തോടും സഹജീവികളോടുമുള്ള പ്രതിബദ്ധതയുമാണ് ഇവിടെ താരമായത്. ഒറ്റയാൾ പോരാട്ടമാണെങ്കിലും ധീരമായ തീരുമാനത്തെ അഭിനന്ദിക്കണം. മഴ പെയ്യുന്നതോടെ കുടിവെള്ള സ്രോതസ്സുകളിലടക്കം ഒലിച്ചെത്തുന്ന മാലിന്യ കേന്ദ്രമാണിത്. മഴ വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ വരും. പലതരം അസുഖങ്ങളും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികത്തിൻ്റെ യാതൊരു കാര്യങ്ങളും നോക്കാതെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സ്വന്തം മാലിന്യങ്ങൾ സ്വയം സംസ്കരിക്കാമെന്ന് കരാറെഴുതിയ കച്ചവടക്കാരാണ് ഈ കേന്ദ്രം ഞെളിയൻപറമ്പാക്കിയത്. ഷോപ്പുകളാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഷോപ്പുകൾക്ക് ഭരണസമിതി തീരുമാനം എടുത്തിട്ട് നോട്ടീസൊക്കെ അധികം ഷോപ്പുകൾക്കും കൊടുത്തിട്ടുണ്ടെങ്കിലും അവരല്ല ഇടുന്നത്. ജ്യൂസിൻ്റെ ഒന്നും ഇടുന്നില്ല, എല്ലാം ഒരു വീട്ടിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇന്നലെ തന്നെ നോക്കുന്ന സമയത്ത് ഇന്നലെ രാവിലെ അല്ലാത്തത് വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് ജ്യൂസിൻ്റെ സ്ട്രോകളും അങ്ങനത്തെ സാധനങ്ങളും മൊത്തമായിട്ട് വലിച്ചെറിഞ്ഞ ഒരവസ്ഥയാണ് കാണുന്നത്. ശുചീകരണത്തിനു ശേഷം ഇവിടെ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീന വെള്ളക്കോട്. നിറവുമായി ബന്ധപ്പെട്ട് കച്ചവടക്കാർ തള്ളുന്ന മാലിന്യവും ശുചീകരിക്കുവാൻ പദ്ധതിയുണ്ടെന്ന് ഷമീന പറയുന്നു. അപ്പോൾ ഒരു ചെറിയൊരു NMR വെച്ചിട്ടാണ് ഇപ്പോൾ 4 ലക്ഷം രൂപ വരെ അത് എടുത്ത് ഒഴിവാക്കുന്നതിന് ആളുകളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ പൂർണ്ണമായി എൻ്റെ റിസ്കിൽ പഞ്ചായത്ത് തരുന്ന സാമ്പത്തിക സഹായം വാങ്ങിച്ചിട്ട് ബാക്കി എന്ത് തന്നെ വന്നാലും അത് ഞാൻ ഏറ്റെടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം.